എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ ടുഡേ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടോ, സോറി. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മുടെ പിന്നെ വിക്രമിൻ്റെയും വേദയുടെയും തമ്മിലുള്ള ആ ഒരു ഇത് അല്ലേ. വിക്രം ശ്രീനിസാറിനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ വേദയുടെ താലി പൊട്ടിക്കാനായിട്ടുള്ള നമ്മുടെ വിക്രമിൻ്റെ ശ്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാഷും നമ്മുടെ കമലയും തമ്മിൽ അവരെ ഉള്ളിൽ അവർ ഒളിച്ചു വെച്ചിരുന്ന കുറച്ച് സ്വകാര്യതകൾ, അതായത് വേദേനെ കുറിച്ചുള്ള കാര്യം മാഷും അതുപോലെ വേദയുടെ അമ്മ പറഞ്ഞ കാര്യം കമലയും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമം സങ്കടം പ്രകടിപ്പിച്ച രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കമല നേരെ വിക്രമിൻ്റെ റൂമിലോട്ട് വരികയാണ്. വന്നിട്ട് മുഖത്ത് നോക്കി ഒരൊറ്റ കീറൊക്കെ കൊടുക്കുന്ന രംഗവും നമ്മൾ കണ്ടു അല്ലേ. എങ്ങനെയാണ് പെൺകുട്ടികളെടുത്ത് പെരുമാറേണ്ടതെന്ന് എന്നുള്ളത് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ 3 മക്കളോടും. എന്നിട്ട് നീ ഇന്ന് എന്താണ് വേദയോട് കാണിച്ചത്? ആ താലി പൊട്ടിക്കാനാണ് നിനക്ക് ആരാ അധികാരം തന്നത്? നീ എന്താണ് ശ്രീനി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ നീ നാളെ എന്നെയും ഇതുപോലെ നീ തല്ലുവോ? അങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത്? അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ കമല തൻ്റെ സ്വന്തം മകനായ നമ്മുടെ വിക്രമിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അടിയൊക്കെ കൊണ്ട് ഷോക്കിൽ അങ്ങനെ ഇരുന്നപ്പോൾ എന്നിട്ട് ഇത് ഇത്രയും പറഞ്ഞിട്ട് കമല തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പോയപ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞ്, അതെ അമ്മ ഒന്ന് നിന്നേ, എനിക്ക് അമ്മേനെ മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന അമ്മ തന്നെ എന്നോട് പറയണു വിക്രം നിൻ്റെ പെണ്ണല്ല വേദ, അവളെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന്. എടി ഇപ്പം എൻ്റെ അമ്മ തന്നെ പറയണു വിക്രം നീ എന്തിനാണ് താലി പൊട്ടിക്കാൻ പോയെന്ന്. എനിക്ക് മനസ്സിലാവണില്ല അമ്മ ഇതെന്തൊക്കെയാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരാണ്? ശരിക്കും അമ്മയല്ല ഇതൊന്നും ഈ അടുത്ത കാലത്തായിട്ട് അമ്മ വേദയോട് പെരുമാറുന്ന രീതി, അമ്മ വലത് കാല് വെച്ച് കൈ പിടിച്ച് കയറ്റിയ ആൾ എൻ്റെ സ്വന്തം മകളാണെന്നും പറഞ്ഞൊക്കെയായിരുന്നു വന്നിടയ്ക്ക് അമ്മ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇതെന്താണ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ ആരാണ്? അമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആരോ ഒരാളുണ്ട്. അപ്പോൾ കമല കിടന്ന് ഉരുളാണ്. അവൻ ചോദിക്കുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ കമല പറയും, നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, അവളെ കൊണ്ടുവിടണം എന്ന് തന്നെയാണ് പറയണത്. നിൻ്റെ കൂടെ നിന്നാൽ അവൾക്കും ദോഷ, അത് തന്നെയാണ് കാര്യം. ആ സത്യം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കാൻ. അപ്പോൾ ഇപ്പം അമ്മ എൻ്റെ ഞാൻ വീട്ടിൽ ഉപേക്ഷിച്ച് കൊണ്ടുവന്ന് ആക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി എന്തിനാണ്? അതും കൂടെ അമ്മ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അതൊന്നും നീ വലിയ ചോദ്യങ്ങളൊന്നും നീ ചോദിക്കണ്ട. ഇവിടെ എത്ര നാൾ വരെ വേദയുണ്ടോ അവളോട് എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും പ്രകടിപ്പിക്കുക, അവളെ ബഹുമാനിക്കുക. അല്ലാണ്ട് അവളെ തരം താഴ്ത്തുന്ന രീതിയിലോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ നീ സംസാരിക്കേണ്ട. അപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മയുടെ ഉള്ളിൽ എന്താണെന്നോ അമ്മയുടെ അടുത്ത് ഇത് ആരാണ് അമ്മയുടെ പിന്നിലുള്ളതെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അമ്മയ്ക്ക് മനസ്സുകൊണ്ട് വേദേനെ ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതിനും അവൾക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് ഇറങ്ങി പോവാണ്. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദ വന്നു. റൂമിലെത്തിയപ്പോൾ ചോദിച്ചു, എൻ്റെ അമ്മ വിക്രം വേദയോട് പറയണേ, എൻ്റെ അമ്മ പറഞ്ഞു നിന്നോട് നീ ഇവിടെ നിന്ന് പോകുന്ന വരെ നിന്നോട് സ്നേഹമായിട്ട് പെരുമാറണമെന്ന്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും എന്നൊക്കെ എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞു. അയ്യടാ എന്ന് പറഞ്ഞൊരു വേദ ഇങ്ങനെ നിൽക്കുകയാണ്. വേതാളം എന്ന് പറഞ്ഞിട്ട് ഒരു കുസൃതി ഒരു തമാശ രീതിയിലാണ് അവളടുത്ത് സംസാരിക്കുന്നത്. ഓഹോ, ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണല്ലോ താങ്കൾ. എന്തായാലും ശ്രീനി സാറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുക്കാൻ പോകുന്നില്ല, ആ നിലപാടിൽ നിന്ന് ഞാൻ മാറാനും പോകുന്നില്ല. വേതാളം എനിക്ക് ദേഷ്യം വരുന്നു, എന്നെ ശ്രീനി സാറിൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളിലും വിക്രമ ഇടപെടണ്ട. അയ്യടാ. അപ്പോൾ വേദ പറയുന്നുണ്ട്, തനിക്ക് അത്രയും അത് വലിയ ഇതായിപ്പോയെങ്കിലേ താൻ ഇത്രയും നാളെ തന്നെ വളർത്തി വലുതാക്കി തൻ്റെ അച്ഛനും അമ്മയും പറയുന്നതിൽ തനിക്കൊരു നാണക്കേടൊന്നും തോന്നുന്നില്ല. എനിക്ക് നാണമില്ലെങ്കിൽ തനിക്കും അപ്പോൾ നാണമില്ലല്ലോ എന്ന് വേദയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അവർ ചിരിക്കണ രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ വഴക്കാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആ ഒരു രീതിയിൽ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അല്ല, അതല്ലേ ഒരു റൂമിൽ തന്നെ ആയിട്ട് കൂടി വിക്രം അവിടെയും ഞാൻ ഇവിടെയും കിടക്കുന്നത്, അല്ല പിന്നെ ഞാൻ എന്ത് വേണം, ആ ഒരു ബന്ധത്തിന് മാറ്റം വന്നിരുന്നെങ്കിൽ എടോ വിഡ്ഢി ഇങ്ങനെ കിടക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ ചിരിക്കണം. അതെ, എനിക്ക് ഇച്ചിരി നേരം പാട്ട് കേൾക്കണം, എന്നെ ഇനി ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് താഴെ പായൊക്കെ ഇട്ടിട്ട് വേദ കിടക്കുകയാണ്. അപ്പോൾ വിക്രമ അവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് അവൾ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്ന സമയം ഒരൊറ്റ ചവിട്ട് കൊടുത്താലോ എന്ന് നോക്കി വിക്രം ജസ്റ്റ് ഒന്ന് കാലിങ്ങനെ പൊക്കുകയാണ്. അപ്പോൾ വേദ കറക്റ്റ് കണ്ണ് തുറക്കുന്നത് ഒരു ഇതാ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രം നേരെ പോയി വിക്രം കിടക്കുന്ന കട്ടിലിൽ കിടക്കുകയാണ്. എൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നോക്കുന്നുണ്ട്. വേദയ്ക്കും ചിരി വരുന്നുണ്ട്, വിക്രമിനും ചിരി വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും പുതപ്പൊക്കെ മൂടി അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് വിക്രമിന് ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് ആരോ ബൈക്കിൽ വന്ന് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം ജസ്റ്റ് ഒന്ന് ജനലിൻ്റെ ആ പാളി നീക്കിയിട്ട് നോക്കിയപ്പോൾ ഒരുത്തൻ വന്ന് ബൈക്കിൽ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് അങ്ങോട്ട് പോകണം. വിക്രം മൈൻഡ് ചെയ്തില്ല, വന്ന് കിടന്നു. വീണ്ടും വന്ന് ഹോൺ അടിക്കുകയാണ്. അപ്പോൾ വിക്രം ഒന്നും കൂടെ നോക്കിയപ്പോൾ അതത്ര പന്തിയുള്ള ഇതല്ലല്ലോ, ആരോ വന്ന് ഹോൺ അടിക്കുന്നതാണല്ലോ. അങ്ങനെ വിക്രം എന്ത് ചെയ്തു, ആ ഡോർ അങ്ങോട്ട് വെളിയിൽ നിന്ന് വേദ കിടക്കുന്ന റൂം അങ്ങോട്ട് പൂട്ടിയിട്ട് ബൈക്ക് കൊടുത്തുകൊണ്ട് അവനെ ഫോളോ ചെയ്തു പോയി. ആ സമയം നമ്മുടെ വിക്രം അവൻ്റെ പുറകെ പോയി, ആ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നവൻ്റെ. ആ സമയം വേറെ കുറേ വാസവൻ്റെ ഗുണ്ടകളാണ്, അവർ കുറച്ച് ഈ പെട്രോൾ ബോൾ പോലെ ബലൂണിലാക്കിയിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വീടിൻ്റെ മേൽഭാഗത്തോട്ട് അങ്ങോട്ട് എറിയുകയാണ്. അപ്പോൾ വേദ കിടക്കുന്ന റൂമിലാണ് കൂടുതൽ എറിയണേ. അവിടെ ജനൽപ്പാളി തുറന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ മൊത്തം പെട്രോള് മൊത്തമായി, വേദ അറിയണില്ല. എന്നിട്ട് അവരെ തീപ്പന്തം കത്തിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം തീ അങ്ങ് ആളാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ചൂടും എന്തോ കത്തിയതിൻ്റെ ഒരു മണമൊക്കെ വന്ന് വേദ പെട്ടെന്ന് എണ്ണീറ്റപ്പോൾ റൂം മൊത്തം അങ്ങ് കത്തുക, കർട്ടനും ജനലും ഒക്കെ അങ്ങോട്ട് കത്തുക. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് കുറേ കിടന്ന് അലറി അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ചു, വിക്രം എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ആ കതവ് ആരോ വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ വേദയുടെ റിലേ പോയി, വേദ തലകറങ്ങി അവിടെ വീഴാണ്. അപ്പോൾ ഈ റൂമിൻ്റെ താക്കോല് പൂട്ടിയിട്ടാണ് വിക്രം പോയത്. അപ്പോൾ എല്ലാവരും തീയുടെ ഇതൊക്കെ കേട്ട് എല്ലാവരും വെളിയിലിറങ്ങി നിൽക്കുക. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, വിക്രം അപ്പോഴേക്കും എത്തി, ഇതെങ്ങനെ തീ പിടിച്ചു എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ മാഷ് ചോദിച്ചു, വേദ നിൻ്റെ കൂടെ വന്ന വേദ എന്തേ? ഇല്ല, വേദ എൻ്റെ കൂടെ വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് വിക്രം ആലോചിക്കുന്നത്, താൻ പൂട്ടിയിട്ടല്ലേ പോയത്, വേദ അതിൻ്റെ അകത്തായിരിക്കും. വിക്രം പ്രാണം പോയ കണക്ക് ആ റൂം പെട്ടെന്ന് അങ്ങോട്ട് തുറക്കുക. ചെന്നപ്പോഴേക്കും റൂം മൊത്തം നിന്ന് കത്തുകയാണ് അങ്ങ്. ബെഡും കർട്ടനും തുണികളും ഷെൽഫും ഒക്കെ കത്തുക. അപ്പോൾ വിക്രം നോക്കിയപ്പോൾ വേദ തലയിറങ്ങി അവിടെ കിടക്കുക. വേദയുടെ അടുത്ത് തീ ഏകദേശം എത്താറായി ചൂടടിച്ച്. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ ആ രംഗം കണ്ട് പേടിച്ച് വിറച്ച് വേദ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ്. ഇതോടുകൂടി ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. ആക്ച്വലി എന്താണ് ഇതിൻ്റെ പിന്നിൽ വാസവൻ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നതെന്നോ, ഒരു കുടുംബത്തെ മൊത്തം കത്തി നശിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയായിരുന്നോ എന്നോ, വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രംഗമൊക്കെ നമുക്ക് അടുത്ത പ്രൊമോയിലൂടെ അറിയാം. അപ്പോൾ ഇന്നത്തെ അടിപൊളി വമ്പൻ ട്വിസ്റ്റ് എപ്പിസോഡാണ് ഇന്നത്തെ. എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജസ്റ്റ് ഇൻട്രോ മാത്രമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങളും ഭാവഭേദങ്ങളും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു മുത്തുമണികളെ.